അപ്പോൾ ജുഞ്ചി പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോഡ് ടാർ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള മെയിൻ റോഡാണ് ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ റോഡ് ടാറിങ്ങിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെയും റോഡ് ടാർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം കണ്ടു നിൽക്കാൻ കൗതുകം ഉണ്ടാക്കിയ ഒരു വീഡിയോ തന്നെയാണിത്. 4 മണി 4:30 കഴിഞ്ഞ സമയത്താണ് റോഡ് ടാർ ചെയ്യാൻ തുടങ്ങുന്നത്. എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. സ്കൂൾ ബസ്സുകളുണ്ട്, ഞങ്ങളുടെ ബസ്സുകളുണ്ട്, അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്കാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. പണ്ട് നമ്മളും സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ, സ്കൂളിൽ പോകുന്ന സമയത്തും ഈ റോഡ് ടാറിങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ റോഡ് ടാർ ചെയ്യണത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരിട്ടിരിക്കുന്ന ചപ്പൽസ്. ഇപ്പോൾ നോർമൽ ചപ്പലൊക്കെയാണ് ടാർ പണിക്കുള്ള വർക്കേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങളിവർ റോഡ് ടാർ ചെയ്യുന്നത് കണ്ടോ? ഇവിടെ വെള്ളം കര എന്ന രീതിക്കാണ് റോഡ് ടാറിങ്. ഒരു സൈഡ് വെള്ളമാണ്, ഒരു സൈഡ് കരയാണ്. ഇപ്പോൾ കരയിലാണോ വെള്ളത്തിലാണോ അവർ ടാർ ചെയ്യണമെന്നുള്ളത് അറിയുന്നില്ല. 2 ഷെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത സൈഡ് പിന്നെ ചെയ്യുന്നു. ഇല്ല, 2 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൈഡും അവർ ചെയ്യണില്ല. റോഡിൻ്റെ വൃത്തികേടുള്ള, അതായത് അധികം കുണ്ടും കുഴിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡ് എന്തായാലും നല്ല വൃത്തിക്ക് അവർ ടാറിട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ഇനി നല്ല മഴക്കാലം വരുമ്പോൾ ഇതൊക്കെ കുത്തിയൊലിച്ച് പോകുമെന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നേരം പോക്കായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. അതുപോലെ കണ്ട അവിടെ ഒരു ചേട്ടൻ തീയിടുന്നത്. ഞാൻ ആദ്യം പേടിച്ചു പോയി, ആ ചേട്ടൻ അറിയുന്നില്ലല്ലോ അവിടെ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അത് അവർ തന്നെ തീയിട്ടിട്ട് അവരുടെ ഈ ടാറ് ഇങ്ങനെ മാറ്റുന്ന, കോരുന്ന ആ കയ്യിൽ, അവരുടെ ആ ടാർ ഇങ്ങനെ കോരാനായിട്ട് ഉപയോഗിക്കുന്ന ആ കോരി ഉണ്ടല്ലോ, അതുമ്പോൾ ടാർ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് അവർക്കത് പറ്റാണ്ടാകുമ്പോഴാണ് കേട്ടോ അവരത് ആ തീയിൽ കൊണ്ടുപോയി ചൂടാക്കിയിട്ട് വെള്ളത്തിൽ മുക്കും. എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ ടാർ പരത്തിയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു. ഇവിടെ നിന്ന് ശരിക്കും റോഡിൻ്റെ വീതിയിൽ തന്നെ ടാറിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദൂരം മാത്രമേ അവരങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അപ്പുറത്ത് മോശം ഇത്തിരിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ലോട്ടറി അടിച്ചത് നമ്മുടെ ജുഞ്ചിക്കാണ്. മണ്ണിലിരുന്ന് കളിയാണ്. ഗേറ്റ് തുറന്ന അപ്പോൾ ഓടും മണ്ണിലിരുന്ന് കളിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള വികൃതികളൊക്കെ ഇതുപോലെയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദാ അടുത്ത വലിയ ബ്ലോക്കിനുള്ള വണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ 4:30 സെൻറ്റ് മേരീസ്. ഇപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന നീലസാരി അമ്മയാണ്. ജോലി കഴിഞ്ഞിട്ടുള്ള വരവാണ്. അപ്പോൾ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ 4:30 4:45 സമയമാകുമ്പോൾ സ്കൂൾ ബസ്സുകളും ഞങ്ങളുടെ റൂട്ടിലുള്ള ഓടുന്ന സാധാരണ ബസ്സുകളും ഓട്ടോറിക്ഷ വണ്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് ടാറിങ്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ദൂരം, കുറച്ച് ഭാഗം വരെ ഫുൾ ചെയ്ത കാരണം കൊണ്ട് ഞങ്ങളുടെ ഭാഗം മാത്രം വെള്ളം കാര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.